ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ഇരിങ്ങാലക്കുടയിൽ കരിദിനം ആചരിച്ചു. വിവിധ ഇടത് സംഘടനകൾ പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ഇരിങ്ങാലക്കുട നഗരത്തിൽ നടത്തിയ മാർച്ചിന് പ്രസിഡന്റ് അംബിക ചാത്തു, സെക്രട്ടറി മണി ഉണ്ണികൃഷ്ണൻ, വത്സല ബാബു എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. 58 മെഗാവാട്ട് വൈദ്യുതിയാണ് ശ്രീമാൻ സഖാവ് പിണറായിയും അതുപോലെ തന്നെ തുടർന്നുള്ള സഖാവ് ശർമ്മയും മന്ത്രിയായതിനു ശേഷം കേരള സംസ്ഥാനം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി സഹായകമായി ഈ നാട്ടിൽ വൈദ്യുതി ഉണ്ടാക്കിയത്. സ്വാഭാവികമായും ഒരു കേസ് ഉണ്ടാകുമ്പോൾ ആ കേസിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും 4-ാം പ്രതിയും ഒക്കെയാണ് ശിക്ഷിക്കപ്പെടാറ്. പക്ഷേ ലാവ്ലിൻ കേസ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ആദ്യത്തെ പ്രതികളൊന്നും തന്നെ അല്ലെങ്കിൽ ഈ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറയുന്ന ആ ഗൂഢാലോചന നടത്തിയവരെ സംബന്ധിച്ച് CBIയുടെ ആ ഷീറ്റിൽ അല്ലെങ്കിൽ അവരുടെ കേസ് ഷീറ്റിൽ അവസാന ഭാഗത്ത് ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ